അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ താബിഈ ശുറൈഹുൽ ഖാദി റഹിമഹുല്ലാ അബു ഉമയ്യ ശുറൈഹ് ഇബ്നുൽ ഹാരിസ് എന്ന പേരുള്ള മഹാനായ താബിഈ വഫാത്താകുന്നത് ഹിജ്റ 78-ലാണ്. അദ്ദേഹം പറയാണ്, ഇന്നി ല ഉസാബു ബിൽ മുസീബ, എനിക്ക് ഒരു മുസീബത്ത് ബാധിക്കും. ആ ബാധിക്കുന്ന സന്ദർഭത്തിൽ ഫഅഹ്മദുല്ലാഹ അലൈഹ അർബഅ മറാത്തിൻ, ആ ഒരു പരീക്ഷണം എന്നെ ബാധിച്ചതിൻ്റെ പേരിൽ ഞാൻ 4 തവണ അള്ളാഹുവിനെ സ്തുതിക്കും. 4 പ്രാവശ്യം, 4 തവണ. എന്തുകൊണ്ടാണ് 4 തവണ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? അദ്ദേഹം തന്നെ പറയാണ്, അഹ്മദുഹു ഇദ് ലം തകുൻ അഅ്ളമ മിമ്മാ ഹിയ. ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, എന്നെ ബാധിച്ച ഈ മുസീബത്ത് അതിനേക്കാൾ വലിയൊരു മുസീബത്തായില്ലല്ലോ എന്നെ ബാധിച്ച ഈ മുസീബത്ത് എന്ന് മനസ്സിലാക്കി അക്കാരണത്താൽ അള്ളാഹുവിനെ സ്തുതിക്കും. ഇതിനേക്കാൾ വലിയൊരു മുസീബത്ത്, ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം, ഇപ്പോൾ എനിക്ക് ബാധിച്ചിട്ടുള്ള പരീക്ഷണത്തേക്കാൾ പ്രയാസമുണ്ടാക്കുന്ന പരീക്ഷണം അള്ളാഹു എനിക്ക് നൽകിയില്ലല്ലോ എന്നതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കും. രണ്ടാമത് പറയുന്നു, അഹ്മദുഹു ഇദ് റസഖനി അസ്സബ്റ അലൈഹ. അള്ളാഹു എനിക്ക് ആ പരീക്ഷണമുണ്ടായപ്പോൾ ക്ഷമ നൽകി എന്ന കാരണത്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ക്ഷമിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകി എന്ന കാരണത്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ക്ഷമ എനിക്ക് കിട്ടി, അതിൻ്റെ പേരിൽ അള്ളാഹുവിന് സ്തുതി. മൂന്നാമത് പറഞ്ഞത്, അഹ്മദുഹു ഇദ് വഫഖനി ലിൽ ഇസ്തിർജാഇ ലിമ അർജു ഫീഹി മിനസ് സബാബ്. അള്ളാഹു എനിക്ക് ഇസ്തിർജാഇനുള്ള തൗഫീഖിന് നൽകി എന്ന കാരണത്താൽ മുസീബത്തുണ്ടായപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകി എന്ന കാരണത്താൽ ലിമ അർജു ഫീഹി മിനസ് സവാബ്, അതിൽ ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്ന കാരണത്താൽ പരീക്ഷണമുണ്ടായപ്പോൾ എനിക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ എനിക്ക് അള്ളാഹു തൗഫീഖിന് നൽകി എന്ന കാരണത്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഇതാണ് മൂന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള കാരണം. നാലാമത് പറയുന്നത്, വ അഹ്മദുഹു ഇദ് ലം യജ്അൽഹാ ഫീ ദീനി. അള്ളാഹു ആ പരീക്ഷണത്തെ എൻ്റെ ദീനിൻ്റെ വിഷയത്തിലാക്കിയില്ലല്ലോ എന്ന കാരണത്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ദുനിയാവിൻ്റെ വിഷയത്തിലാണല്ലോ എനിക്ക് ആ പരീക്ഷണമുണ്ടായത്. ദീനിനെ ഫസാദാക്കുന്ന, ദീനിനെ നശിപ്പിക്കുന്ന ഒരു പരീക്ഷണമല്ലല്ലോ എനിക്ക് അള്ളാഹു നൽകിയത് എന്ന കാരണത്താലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ 4 പ്രാവശ്യം സ്തുതിക്കുന്നത്. അനുഗ്രഹമുണ്ടാകുമ്പോഴല്ല. അനുഗ്രഹമുണ്ടാകുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്. പരീക്ഷണമുണ്ടാകുമ്പോൾ 4 തവണ അള്ളാഹുവിനെ സ്തുതിക്കാൻ. ഒന്ന്, ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം എനിക്ക് അള്ളാഹു നൽകിയില്ല എന്ന കാരണത്താൽ. രണ്ടാമത്തത്, ക്ഷമിക്കാൻ അള്ളാഹു എന്നെ സഹായിച്ചു, എനിക്ക് ക്ഷമ നൽകി എന്ന കാരണത്താൽ. മൂന്നാമത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ സാധിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിന് സ്തുതി. അതുപോലെ തന്നെ ഉണ്ടായ പരീക്ഷണം ദീനിനെ ബാധിക്കുന്ന പരീക്ഷണമായില്ലല്ലോ എന്ന കാരണത്താലുമുള്ള ആ സ്തുതി. നമ്മളും ഈ പറഞ്ഞ രൂപത്തിൽ ചിന്തിക്കാനും, പരീക്ഷണങ്ങൾ അള്ളാഹു തആല നിശ്ചയിച്ചതാണ്, അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ നമ്മൾക്ക് ആർക്കും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ തൃപ്തിയോടുകൂടി സബ്ർ ചെയ്ത് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.